ഡെയിലി കറന്റ് അഫയേഴ്സ് 2026 ഓഗസ്റ്റ് 13 വ്യാഴം. ചോദ്യം 1. കേരളത്തിന്റെ പേര് മാറ്റുന്നതിനുള്ള ബിൽ എന്തായി? ഉത്തരം: പാർലമെന്റ് കേരള ഓൾട്രേഷൻ ഓഫ് നെയിം ബിൽ 2026 പാസാക്കി. കേരളത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കാൻ വഴിയൊരുങ്ങി. ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ ഫസ്റ്റ് ഷെഡ്യൂൾ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റാൻ വഴിയൊരുങ്ങി. ചോദ്യം 2. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബിൽ ഏത് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരമാണ് നടപ്പാക്കുന്നത്? ഉത്തരം: ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരം. ആർട്ടിക്കിൾ 3 നൽകുന്ന അധികാരങ്ങൾ: പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ മാറ്റുക, സംസ്ഥാനങ്ങളുടെ വിസ്തൃതി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുക എന്നിവയ്ക്കുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നത് ഈ വകുപ്പാണ്. ചോദ്യം 3. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള പ്രമേയം കേരള നിയമസഭ ആദ്യം പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം: 2023 ഓഗസ്റ്റ് 24. വീണ്ടും പ്രമേയം പാസാക്കിയത് 2024 ജൂൺ 24. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലെ എല്ലാ ഭാഷകളിലും ഒരുപോലെ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ചില സാങ്കേതിക തിരുത്തലുകളോടെ രണ്ടാമതും പാസാക്കി. ചോദ്യം 4. ടാറ്റ സൺസിന്റെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് രാജിവെച്ചതാര്? ഉത്തരം: എൻ ചന്ദ്രശേഖരൻ. നിലവിലെ അദ്ദേഹത്തിന്റെ കാലാവധി 2027 ഫെബ്രുവരി 20 വരെ നീണ്ടുനിൽക്കുന്നതാണ്. അതുവരെ അദ്ദേഹം പദവിയിൽ തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചോദ്യം 5. എൻ ചന്ദ്രശേഖരൻ ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനത്തുനിന്ന് രാജിവെച്ചത് ഏത് തീയതിയിലാണ്? ഉത്തരം: 2026 ഓഗസ്റ്റ് 12. ചോദ്യം 6. എൻ ചന്ദ്രശേഖരന്റെ നിലവിലെ കാലാവധി എപ്പോൾ അവസാനിക്കും? ഉത്തരം: 2027 ഫെബ്രുവരി. കൃത്യമായി പറഞ്ഞാൽ 2027 ഫെബ്രുവരി 20-നാണ് അവസാനിക്കുന്നത്. ചോദ്യം 7. എൻ ചന്ദ്രശേഖരൻ ടാറ്റ സൺസിന്റെ ചെയർമാനായത് ഏത് വർഷമാണ്? ഉത്തരം: 2017. ചുമതലയേറ്റ തീയതി 2017 ഫെബ്രുവരി 21. 2017 ജനുവരിയിലാണ് നിയമന പ്രഖ്യാപനം ഉണ്ടായത്. ചോദ്യം 8. ഇന്ത്യയും സദേൺ ആഫ്രിക്കൻ കസ്റ്റംസ് യൂണിയനും ഒപ്പുവച്ചത് എന്തിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ആണ്? ഉത്തരം: പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രീമെന്റ് (PTA) സംബന്ധിച്ച ചർച്ചകൾക്കുള്ള ടേംസ് ഓഫ് റെഫറൻസ്. ലക്ഷ്യം: ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക, തീരുവ കുറയ്ക്കുക. SECU-വിലെ അംഗരാജ്യങ്ങൾ 5 രാജ്യങ്ങൾ. 1. ദക്ഷിണാഫ്രിക്ക സൗത്ത് ആഫ്രിക്ക. 2. നമീബിയ. 3. ബോട്സ്വാന. 4. ലെസോത്തോ. 5. ഈസ്വാത്തിനി. ചോദ്യം 9. SECU എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം: സദേൺ ആഫ്രിക്കൻ കസ്റ്റംസ് യൂണിയൻ. 1910-ൽ സ്ഥാപിക്കപ്പെട്ട ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കസ്റ്റംസ് യൂണിയനുകളിൽ ഒന്നാണ്. ചോദ്യം 10. 2026 ഓഗസ്റ്റ് 12-13 രാത്രിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ആകാശ പ്രതിഭാസങ്ങളിൽ ഒന്നായിരുന്ന മീറ്റിയോർ ഷോ ഏതാണ്? ഉത്തരം: പേഴ്സിഡ് ഉൽക്കാവർഷം പെർസൈഡ് മീറ്റിയോർ ഷവർ. സ്വിഫ്റ്റ് ടട്ടിൽ എന്ന ധൂമകേതു വിട്ടുപോയ പൊടിപടലങ്ങളിലൂടെ ഭൂമി കടന്നുപോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ചോദ്യം 11. 2026 ഓഗസ്റ്റ് 13-ന് ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ട് വാർത്തയായ സംയുക്ത വ്യോമാഭ്യാസം ഏതാണ്? ഉത്തരം: ഉദാരശക്തി 2026. പങ്കെടുത്ത രാജ്യങ്ങൾ ഇന്ത്യയും മലേഷ്യയും, ഇന്ത്യൻ വ്യോമസേനയും റോയൽ മലേഷ്യൻ എയർഫോഴ്സും. വേദി: മലേഷ്യ. ചോദ്യം 12. 2026 ഓഗസ്റ്റ് 13-ന് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ഖനന മേഖലയുമായി ബന്ധപ്പെട്ട ബിൽ ഏതാണ്? ഉത്തരം: മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ അമെൻഡ്മെന്റ് ബിൽ 2026. ലോക്സഭ പാസാക്കിയത് 2026 ഓഗസ്റ്റ് 12. രാജ്യസഭ പാസാക്കിയത് 2026 ഓഗസ്റ്റ് 13. ചോദ്യം 13. 2026 ഓഗസ്റ്റ് 13-ന് തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക പരിപാടികളിൽ ആദ്യ ഗാനമായി ആക്കാൻ തീരുമാനിച്ച ഗാനം ഏതാണ്? ഉത്തരം: തമിഴ് തായ് വാഴ്ത്ത്.
മനോന്മണിയും സുന്ദരം പിള്ളൈ രചിച്ച ഈ ഗാനം തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.